അപ്പൊ ഇത് സിനിമകളിലെ ബ്രില്യൻസ് കണ്ടുപിടിക്കുന്നവർക്കോ ലോക ക്ലാസിക്കുകൾ മാത്രം കണ്ട് ആസ്വദിക്കുന്നവർക്കോ അല്ലെങ്കിൽ കമേഴ്സ്യൽ മാസ് പടങ്ങൾ തനിക്ക് ഇഷ്ടമാണെന്ന് പുറത്തു പറഞ്ഞാൽ തന്റെ വില പോകുമോ എന്ന് പേടിക്കുന്നവർക്കും വേണ്ടിയുള്ളതല്ല. അപ്പൊ കാര്യത്തിലേക്ക് കടക്കാം. പറഞ്ഞു വരുന്നത് പുലിമുരുകൻ എന്ന സിനിമയിലെ ഈ ഒരു പർട്ടിക്കുലർ സീനിനെ പറ്റിയാണ്. കാര്യം പടത്തിൽ ആ ഒരു സീനിനോ ആ സീനിലേക്കായി മാത്രം കൊണ്ടുവന്ന കായ്ക്ക എന്ന കഥാപാത്രത്തിനോ സിനിമയുടെ മൊത്തം സ്റ്റോറിയിൽ യാതൊരു പ്രാധാന്യവുമില്ല. പക്ഷെ ഇത് എന്ത് തരം സിനിമയാണ്? ഇതൊരു പക്ക കമേഴ്സ്യൽ സിനിമയാണ്. ആ ഒരു മനോഭാവത്തോടു കൂടി അങ്ങനെ ഒരു സിനിമ പ്രേക്ഷകർക്ക് കൊടുക്കണം എന്ന രീതിയിൽ ചിന്തിച്ചുണ്ടാക്കിയ ഒരു സിനിമ. സോ അങ്ങനെ ഒരു പടത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ഫൈറ്റ് സീൻസ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഈ രംഗം തിയേറ്ററിൽ കണ്ടത്. കാര്യം ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈനർ പടമാണെങ്കിലും സെക്കൻഡ് ഹാഫിൽ ഈ ഒരു സീൻ എത്തുന്നതിന് മുൻപുള്ള കുറച്ചു നേരം സംഗതികളെല്ലാം കാമായിരുന്നു. നമുക്ക് വേണ്ടുന്ന ആ ഒരു അഡ്രിനാലിൻ കിട്ടിയിരുന്നില്ല. അങ്ങനെ ഒരു മൊമെന്റിലാണ് അവർ ഈ ഒരു സീൻ ആഡ് ചെയ്യുന്നത്. ഈ ഒരു സീനിൽ വില്ലന്മാരുടെ സങ്കേതത്തിലേക്ക് നായകൻ അടക്കം ഇരിക്കുന്ന ജീപ്പ് സ്ലോ മോഷനിലേക്ക് വരുന്നത് കാണിക്കുമ്പോൾ വില്ലനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ബീജിയം വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ ഒരു കോഴിപ്പോര് കാണിക്കുന്നു. യെസ്, ഒരു പെർഫെക്റ്റ് സെറ്റപ്പ്. അടുത്തത് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് ഇവിടെ നിന്ന് തന്നെ നമുക്ക് മണക്കാം. ശേഷം മാന്യമായും ന്യായമായും നായകൻ ചോദിച്ച ആവശ്യം വില്ലൻ നിരസിക്കുന്നു. എന്നാൽ അത് കിട്ടാതെ വിടുന്നു പോവില്ല എന്ന് നായകൻ പറയുന്നു. നിനക്ക് അത്രക്കായോ എന്ന് ചോദിച്ച് നായകനെ ആക്രമിക്കാൻ ഓർഡർ ഇടുന്ന വില്ലൻ പിന്നെ അവിടുന്ന് അങ്ങോട്ട് പൊടിപാറുന്ന അടി. ഒറ്റ വാക്ക് പറഞ്ഞ സിനിമയുടെ കഥയുമായി ചേർന്ന് പോകുന്നതല്ലെങ്കിലും ഒരു എന്റർടൈനിങ് സിനിമയിൽ എന്റർടൈൻമെന്റ് തരാൻ വേണ്ടി അവർ ചെയ്തു വെച്ച ഒരു അടിയുടെ സെറ്റപ്പ്. കഴിഞ്ഞ 10-15 വർഷങ്ങൾക്കിടയിൽ ഇത്രയും കൺവിൻസിംഗ് ആയി ഒരു അൺറിലേറ്റഡ് ഫൈറ്റ് സീൻ ഒരു സിനിമയിൽ സെറ്റ് ചെയ്തു വെച്ചത് അതൊരു പക്ഷേ ഇത് മാത്രമായിരിക്കും.